ഈ കാട് അതിന്റെ മനോഹാരിത കൊണ്ടും അവിടെയുള്ള മനോഹരമായ മൃഗങ്ങളെ കൊണ്ടും വളരെ ഫേമസ് ആയതായിരുന്നു. ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽ മോണ്ടി എന്നൊരു ആനയും ഉണ്ടായിരുന്നു. അത് വളരെ ബുദ്ധിശാലിയും ഒരുപാട് ധൈര്യശാലിയുമായിരുന്നു. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും ആനയെ പ്രശംസിച്ചിരുന്നു. എന്നാൽ എന്താണെന്നറിയില്ല, ചോട്ടുമാനിന് അത് ഇഷ്ടമേ അല്ലായിരുന്നു. ഒരു ദിവസം മോണ്ടു ആന എല്ലാ മൃഗങ്ങളുടെയും കൂടെ ഇരുന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ചോട്ടു പറഞ്ഞു, മോണ്ടു ആനെ, ഞാൻ നിന്റെ അറിവിനെയും ബുദ്ധിയെയും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുക. നീ അതിന് തയ്യാറാണോ? അത് എന്ത് ടെസ്റ്റാണ്? കാടിന്റെ വെസ്റ്റ് ഭാഗത്ത് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഒരു പ്രേതവുമുണ്ട്. ആരെങ്കിലും രാത്രി സമയത്ത് അവിടേക്ക് പോയാൽ അവരുടെ കയ്യിലുള്ള എല്ലാം അത് കൊള്ളയടിക്കും. ആ ഗുഹയുടെ അടുത്തേക്ക് പോയി നീ അതിനെ തുരത്തിയാൽ നീ ഒരു മിടുക്കനാണെന്ന് ഞാൻ സമ്മതിക്കാം. എല്ലാവർക്കും അറിയാം, മോണ്ടു ആന ഒരു മിടുക്കനാണ്. ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ അവിടേക്ക് ഉറപ്പായും പോകും. എന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് മോണ്ടു ആന ചിന്തിച്ചു. അതിനുശേഷം താറാവിനോട് ഒരു മുട്ട ചോദിച്ചു. ആ ആന മുട്ടയും വാങ്ങി അതിന്റെ പുറത്തു കിടന്നിരുന്ന ഒരു ബാഗിൽ അത് ഇട്ടു. അതിനുശേഷം അത് കറുത്ത ഗുഹയിലേക്ക് പോയി. മോണ്ടു ആന ഗുഹയുടെ അടുത്തേക്ക് പോയ ഉടനെ ഭയാനകരമായ ചിരിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ആ പ്രേതം അതിന്റെ മുൻപിൽ വന്നു നിന്നു. ആ പ്രേതത്തെ കാണാൻ കുരങ്ങിന്റെ അസ്ഥികൂടം പോലെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതുപോലെയുള്ള സിറ്റുവേഷൻ വേറെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് വന്നിരുന്നെങ്കിൽ അവർ പേടിച്ച് മരിച്ചു പോകുമായിരുന്നു. എന്നാൽ മോണ്ടു അങ്ങനെയല്ലായിരുന്നു. പേടിക്കാതെ അത് എതിർത്തു നിന്നു. നിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നിട്ട് പോയിക്കോ. നീയാണോ കറുത്ത ഗുഹയിലെ പ്രേതം? എല്ലു മാത്രമേ ഉള്ളല്ലോ, ശരീരം എവിടെ? ഞാനൊരു പ്രേതമാ. എന്നെ കണ്ടിട്ട് നിനക്ക് പേടിയാകുന്നില്ലേ? ഞാനെന്തിനാ നിന്നെ കണ്ടു പേടിക്കുന്നത്? നിന്നെ നേരിടാനാണല്ലോ ഞാൻ വന്നത്. ഞാനിതിൽ ഇപ്പോൾ ഒരുപാട് അപമാനിക്കുന്നു. ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കി നിന്നെ ഞാൻ തോൽപ്പിക്കും. ശരി, നീ വഴക്കുണ്ടാക്കും. എന്നാൽ അതിനു മുൻപ് നീ ഒരു കാര്യം പ്രൂവ് ചെയ്യണം. നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാനുള്ള തകുതിയുണ്ടോന്ന് പറ, എന്ത് ചെയ്യണം? അതിനുശേഷം മോണ്ടു ആന താഴെ കിടന്ന ഒരു വെള്ളാരം കല്ലെടുത്ത് ആ പ്രേതത്തിന്റെ കയ്യിൽ അത് വച്ചു. നിന്റെ എല്ലിൽ ശക്തിയുണ്ടെങ്കിൽ ഈ കല്ല് നിന്റെ കൈയുടെ ഇടയ്ക്ക് വെച്ച് പൊട്ടിച്ചു കാണിക്ക്. ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു വെള്ള ലിക്വിഡും വരും. എന്താ, കല്ലിൽ നിന്നും ലിക്വിഡ് വരുമെന്നോ? അതെ, വരും. ഇത് പൊട്ടിക്കുന്നവർ ശക്തിശാലിയാണെങ്കിൽ ഉറപ്പായും വരും. അത് കേട്ടതും പ്രേതം അതിന്റെ കൈയിന്റെ നടുക്ക് വെച്ച് അത് കല്ലെടുത്ത് വെച്ച് അത് പൊട്ടിക്കാൻ നോക്കി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അത് ചെയ്യാനേ പറ്റിയില്ല. താ, നിന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ആ കല്ലിപ്പോൾ ആന വാങ്ങി. ഇപ്പോൾ നീ ഇത് പൊട്ടിച്ച് കാണിക്ക് നോക്കട്ടെ. എന്നാൽ മോണ്ടു ആന അത് ശ്രദ്ധ തിരിച്ച നേരം ആ കല്ല് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ബാഗിലുണ്ടായിരുന്ന ആ മുട്ടയെടുത്ത് രണ്ട് കൈയുടെയും ഇടയ്ക്ക് വച്ചു. നീ കണ്ടോ എന്റെ ശക്തി എന്താണെന്ന്? അങ്ങനെ രണ്ട് കൈയുടെയും ഇടയ്ക്ക് വെച്ച് ആ മുട്ട അമർത്തിയതും മുട്ട പതുക്കെ പതുക്കെ പൊട്ടാൻ തുടങ്ങി. അതിനുശേഷം കുറച്ചു നേരത്തിനുള്ളിൽ ആ മുട്ടയുടെ യോക്കും താഴെ വീണു. ഇത് കണ്ടതും ആ പ്രേതം അത്ഭുതപ്പെട്ട് നിന്നുപോയി. കണ്ടോ നീ എന്റെ ശക്തി? നല്ല കട്ടിയുള്ള കല്ല് എന്റെ ശക്തി കൊണ്ട് ഞാൻ വളരെ നിഷ്പ്രയാസമായി പൊട്ടിച്ചു കളഞ്ഞു. അത് കണ്ടപ്പോൾ പ്രേതം ഇപ്പോൾ ഒരുപാട് ടെൻഷനായി. ഇത് ആന ചെയ്തതാണ്, പക്ഷെ എങ്ങനെ ചെയ്തു? ഇപ്പോൾ മനസ്സിലായോ നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാനുള്ള അർഹതയില്ല എന്ന്? ഈ ഗുഹയിൽ നിന്നും നീ മര്യാദയ്ക്ക് പൊയ്ക്കോ. മോണ്ടു, ഈ ഒരു രാത്രി മാത്രം ഞാൻ ഈ ഗുഹയിൽ താമസിച്ചോട്ടെ. വേണമെങ്കിൽ നിങ്ങളും താമസിച്ചോളൂ. നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലൂടെ തന്നെ ഞാൻ ഇവിടെ നിന്നും പൊയ്ക്കോളാം. മോണ്ടു ആന അപ്പോൾ അത് പറഞ്ഞത് കേട്ടു. അവിടെ താമസിക്കാൻ അത് സമ്മതം മൂളി. രാത്രി ഉറങ്ങുന്ന സമയം മോണ്ടുവിനും ഒരു പുതപ്പ് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു. മോണ്ടു ചേട്ടാ, നിങ്ങൾ ഇത് പുതച്ചിട്ട് ഉറങ്ങിക്കോളൂ. രാത്രി ഇവിടെ നല്ല തണുപ്പായിരിക്കും. മോണ്ടു അതിന്റെ കയ്യിൽ നിന്നും ബെഡ്ഷീറ്റ് വാങ്ങിച്ചു. അതിനുശേഷം പ്രേതവും പുതപ്പ് പുതച്ച് അതിന്റെ കിടക്കയിൽ കിടന്നു. അപ്പോൾ മോണ്ടു ചിന്തിച്ചു, ഇവൻ എന്തിനാ എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്?
അതുമാത്രമല്ലാതെ പുതയ്ക്കാൻ പുതപ്പും തരുന്നു. ഇതിലെന്തോ കെണിയുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ച് ആന കുറച്ച് ഇലകൾ കൊണ്ടുവന്ന് കിടക്കയിലിട്ടു. അതിനുശേഷം പില്ലോയും വച്ചു, അതിനു മുകളിൽ പുതപ്പും വിരിച്ചു. കാണുന്നവർക്ക് ഇപ്പോൾ എങ്ങനെ തോന്നുമെന്നാൽ ആ പുതപ്പിനുള്ളിൽ ഒരു ആന കിടന്നുറങ്ങുന്നത് പോലെയായിരുന്നു. അതിനുശേഷം അത് ഒരു വശത്തേക്ക് പോയി മാറിയിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം ആ പ്രേതവും കണ്ണു തുറന്നു നോക്കി. അടുത്തുണ്ടായിരുന്ന ഒരു വലിയ വിറകുമെടുത്ത് വേഗത്തിൽ പോയി മോണ്ടു ആന കിടന്നിരുന്ന കിടക്കയുടെ അടുത്തേക്ക്. ആ പുതപ്പ് പുതച്ചിരുന്നതിന്റെ അകത്തുണ്ടായിരുന്നത് മോണ്ടു ആനയാണെന്ന് കരുതി ആ പ്രേതം കയ്യിലുണ്ടായിരുന്ന വലിയ വടികൊണ്ട് ഭട്ടേന്നടിച്ചു. ആനയും അവിടെ ശാന്തമായിരുന്നു ഇത് കണ്ടു. ഓഹോ, ഇവൻ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ കൊല്ലാൻ നോക്കിയതാണോ? അയ്യോ, ഇത്രയും ബലമായിട്ട് അടിച്ചിട്ടും ഇവൻ അനങ്ങുന്ന പോലുമില്ലല്ലോ. മയങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞ ആ പ്രേതം ഒരുപാട് തവണ അത് വീണ്ടും വീണ്ടും അടിച്ചു. ഓഹോ, ചത്തെന്ന് തോന്നുന്നു. നേരം വെളുക്കട്ടെ, ഇവനെ വെളിയിൽ കളയാം. പിന്നെ എനിക്ക് ഇവിടെ തന്നെ താമസിക്കാം. അതിനുശേഷം അത് കിടക്കയിൽ പോയി കിടന്നു. അതിനുശേഷം മോണ്ടുവും അതിന്റെ കിടക്കയുടെ അടുത്തേക്ക് പോയി അവിടെയുണ്ടായിരുന്ന ഇലകളെല്ലാം ഊതിക്കളഞ്ഞ് പുതപ്പും പുതച്ച് കിടന്നുറങ്ങി. രാവിലെ ആ പ്രേതം എഴുന്നേറ്റ ഉടനെ അത് നേരെ മോണ്ടു കിടന്നിരുന്ന സ്ഥലത്തേക്ക് അത് പോയി. പുതപ്പെടുത്ത് ഒന്ന് പൊക്കി നോക്കാമെന്ന് കരുതിയപ്പോൾ മോണ്ടു തന്നെത്താനെ എഴുന്നേറ്റു. മോണ്ടു, നിങ്ങൾക്ക് സുഖമല്ലേ? നന്നായിട്ട് ഉറങ്ങിയില്ലേ? ആ, നന്നായിട്ട് ഉറങ്ങി. എന്നാൽ എന്നെ ഒരു എലി ശല്യം ചെയ്തു. എന്താ? ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മുഖത്തേക്ക് ഒരു എലി വന്ന് അതുവഴിയും ഇതുവഴിയും ഓടുന്നത് പോലെ തോന്നി. നീ പുതപ്പ് തന്നിരുന്നില്ലേ, അത് കാരണം എനിക്ക് അത് മാറ്റി നോക്കാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ നന്നായി ഉറങ്ങി കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രേതത്തിന് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് പേടിച്ച് അവിടെ നിന്നും നെട്ടോട്ടം ഓടി. അതിനുശേഷം മോണ്ടു ആന പോയി നോക്കിയപ്പോൾ ആ കാട്ടിലുള്ള മൃഗങ്ങളുടെ കയ്യിൽ നിന്നും കൊള്ളയടിച്ച എല്ലാ സ്വർണവും ആ ഗുഹയിൽ ഉണ്ടായിരുന്നു. മോണ്ടു ആന അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് കാട്ടിൽ പോയി എല്ലാ സ്വർണവും എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ചോട്ടുമാനിനും ഇതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് ദേഷ്യം വന്നു. എന്നാൽ ഇപ്പോൾ അതിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലെ മോണ്ടു ആന എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇപ്പോൾ ഫേമസ് ആയി. എല്ലാവരും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി പ്രശംസിച്ചു.